പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന വയോധിക മരിച്ച സംഭവം എൻ ഷംസുദ്ദീൻ MLA മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10:30 മണ്ണാർക്കാട് വീട് തകർന്ന വയോധിക മരണപ്പെടുന്ന ദാരുണമായ സംഭവമുണ്ടാകുന്നത്. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തിയ എൻ ഷംസുദ്ദീൻ MLA മരണപ്പെട്ട പാത്തുമ്മ ബീബിയുടെ കുടുംബത്തെ സന്ദർശിച്ചു. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഈ കുടുംബത്തിന് സർക്കാർ ധനസഹായം ഉടൻ ലഭ്യമാക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുമെന്ന് എൻ ഷംസുദ്ദീൻ MLA പറഞ്ഞു. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ വീട് കാത്തുകഴിയുന്നയാളാണ് ദുരന്തത്തിനിരയായതെന്നും ഇത് ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്ന സംഭവമാവട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. മതിൽ കുതിർന്ന് വീണ് അതിനടിയിൽപ്പെട്ട് മരണപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പൊ തീർച്ചയായും അതിന്റെ ഒരു ധനസഹായവും മറ്റു സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആ കാര്യത്തിന് ബന്ധപ്പെട്ടവരുമായിട്ട് സംസാരിക്കും. ഇത് ശരിക്കും നമ്മുടെയൊക്കെ കണ്ണു തുറക്കേണ്ട ഒരു സംഗതിയാണ്. നാട്ടില് വീടില്ലാതെ വീടിന് വേണ്ടി കാത്തു നിൽക്കുന്ന ധാരാളം ആളുകൾ, അവരിൽപ്പെട്ട ഒരാളാണ്. ലൈഫിന് വേണ്ടി പണം ഇന്ന് അനുവദിക്കുന്ന ആളെ അനുവദിക്കുമെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ ഈ ദുരന്തത്തിൽ പെട്ടത്. അതും നമ്മൾ ഭരണകർത്താക്കളുടെയൊക്കെ കണ്ണ് ഉറപ്പിക്കേണ്ട ഒന്നാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്, പാവപ്പെട്ടവർ. അപ്പോ അത് അങ്ങനെ ഒരു നമുക്കൊക്കെ ഈ സഹോദരിയുടെ, ഈ ഉമ്മയുടെ ഈ വിയോഗത്തിൽ നിന്ന്, ഇങ്ങനെ ഉണ്ടായ ഈ അപകടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ്. എത്രയും പെട്ടെന്ന് അത്തരം ലൈഫ് വീടുകൾ കൊടുക്കാനുള്ള നടപടികളൊക്കെ സ്പീഡാക്കണം എന്നുള്ളത് കൂടി, വലിയ പ്രയോറിറ്റി അതിന് കൊടുക്കണം എന്നുള്ളത് കൂടി ആണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്. പാത്തുമ്മ ബീബിയുടെ കുടുംബത്തെ വാടക വീട്ടിലേക്കെങ്കിലും താമസിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UTV ന്യൂസ്, പാലക്കാട്.